സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിത്യമായൊരു വരുമാനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരോട് ചോദിക്കാതെ നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ ആഗ്രഹമില്ലാത്തവർ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് അധികം പഠിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് വർഷം മുന്നേക്ക് ഒരു വരുമാനം എന്താന്ന് വെച്ചാൽ സ്ഥിരമായിട്ടൊരു വരുമാനം ആയിരുന്നില്ല. എനിക്കൊരു ജോലി ചെയ്തിട്ടൊരു ശമ്പളം കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഞാൻ കല്യാണ പെണ്ണുങ്ങൾക്ക് മെയിലാഞ്ചി ഇട്ടിരുന്നു. അപ്പൊ അടുത്ത വീട്ടിലും ഒക്കെ ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. പിന്നീട് എനിക്ക് ദൂരത്തേക്കൊക്കെ വിളി വന്നപ്പോൾ ഇതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ വന്നപ്പോൾ എനിക്ക് പോവാനായിട്ട് പറ്റുണ്ടായിരുന്നില്ല. കുട്ടികളുടെ കാര്യവും ഒന്നാമത്. പിന്നെ എനിക്ക് തലവേദനയായിരുന്നു. ഈ കണ്ണിന് പ്രശ്നം വന്ന് തലവേദനയൊക്കെ ആയപ്പോൾ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാനതങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ വെറുതെ വീട്ടിലിരിപ്പായിരുന്നു കേട്ടോ. ഞാൻ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് ഒരു മാസം ഒരു ശമ്പളം എന്ന നിലയിൽ എൻ്റെ ഉപ്പയാണ് എനിക്ക് തന്നത്. അതെന്താന്ന് വെച്ചാൽ ഉപ്പ എന്നെ ഒരു ജോലി ഏൽപ്പിക്കുകയും ഒരു ലാപ്ടോപ്പ് വാങ്ങി കൊണ്ടുവന്നിട്ട് ബിസിനസ്സിലെ കണക്കുകളും കാര്യങ്ങളും അക്കൗണ്ട് സെക്ഷൻ നീ നോക്കണം എന്ന് പറയാണ് ഉണ്ടായത്. ഞാൻ അക്കൗണ്ടിങ് പഠിച്ചിട്ടില്ല. പ്ലസ് ടുവിനാണെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും കൂടി എനിക്കതിന് നോ പറയാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ഫാമിലി മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് നമുക്ക് അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണെന്ന് തോന്നിയോണ്ട് തന്നെ ഞാൻ പാപ്പാനോട് ഇസ് പറയുകയും ആ ഒരു ജോലി ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് മാസം എൻ്റെ ഒപ്പം ശമ്പളം തരുന്നുണ്ട് കേട്ടോ. ആ ഒരു സോഫ്റ്റ്വെയർ ഞാൻ പഠിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ടാണ് ഞാൻ ആ ഒരു സംഭവം ഞാൻ ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഉപ്പാൻ്റെ ആ ഒരു ബിസിനസ്സിന്റെ കണക്കുകൾ നോക്കുന്നതോട് കൂടി തന്നെ ഞാൻ അക്കൗണ്ടിങ് പഠിക്കുകയും ചെയ്തു. അവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തന്നെ ഞാൻ അക്കൗണ്ടിങ് പഠിക്കുകയും ചെയ്തു. വീട്ടിലിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ല. എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും ഒരു ജോലി എന്ന നിലയിൽ അത് ചെയ്യാനും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓൺലൈനിൽ ഈ ഒരു ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നത് എൻ്റെ ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ മൂത്ത മോന് ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു പ്ലാനിൽ തന്നെയാണ് ഞാൻ അത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ആരും ആ വരുമാനം ആഗ്രഹിക്കുന്ന ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവർക്കും ഓരോരോ സാഹചര്യങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ കൂടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ ചെയ്തിട്ട് ബെറ്റർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക.